നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിലെ പങ്ക് പാകിസ്ഥാൻ ഔദ്യോഗികമായി നിഷേധിച്ചെങ്കിലും ഇന്ത്യ അത് മുഖവിലേക്കെടുത്തിട്ടില്ല. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് സംഭവവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് പ്രസ്താവിച്ചത്. പഹൽഗാമിലെ പുൽമേട്ടിൽ വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർത്തത് 7 ഭീകരരാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൽ 2 പേർ മാത്രമാണ് കശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരർ. വിദേശ ഭീകരർ സംസാരിച്ച ഉറുദു ശൈലി പാകിസ്ഥാനിലെ ചില ഭാഗങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇവർക്കൊപ്പം 2 പ്രാദേശിക ഭീകരരും ഉണ്ടായിരുന്നു. എന്നാൽ കശ്മീരിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ഇവർ വന്നതെന്ന് വ്യക്തമല്ല. 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു. വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം വീതം പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഭീകരരെല്ലാം പീർ പഞ്ചാൽ മലനിരകളിലേക്ക് രക്ഷപ്പെട്ടുവെന്നാണ് സംശയിക്കുന്നത്. ഇവർക്കായി സൈന്യവും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളും ജമ്മു കാശ്മീർ പോലീസും തെരച്ചിൽ തുടരുകയാണ്. ഭീകരരുടെ പക്കൽ ബോഡി ക്യാമറകൾ ഉണ്ടായിരുന്നു. ഇത് ഇക്കാലത്ത് പതിവാണെന്ന് ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജമ്മുവിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെയുണ്ടായ എല്ലാ ആക്രമണങ്ങളിലും ബോഡി ക്യാമറകൾ ഉണ്ടായിരുന്നു. ഈ വീഡിയോകളെല്ലാം പ്രചാരണ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം വീഡിയോകൾ ഉപയോഗിച്ച് ലഷ്കർ ഇ തൊയ്ബ പ്രചാരണ വീഡിയോകൾ പുറത്തിറക്കിയിട്ടുണ്ട്. മിക്ക വിനോദസഞ്ചാരികളുടെയും തലയിലോ നെഞ്ചിലോ വെടിവെച്ചാണ് ഭീകരർ മരണം ഉറപ്പാക്കിയത്. എങ്ങനെയാണ് ഭീകരർ കശ്മീരിൽ പ്രവേശിച്ചതെന്നോ അവർ എത്ര നാളായി താഴ്വരയിൽ ഉണ്ടായിരുന്നുവെന്നതോ വ്യക്തമല്ല. അതിർത്തിയിലെ പഴുതുകൾ ഉപയോഗിച്ച് നുഴഞ്ഞു കയറിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മുതിർന്ന NIA ഉദ്യോഗസ്ഥരുടെ സംഘം സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. FIR ഇട്ട ശേഷം ലോക്കൽ പോലീസിൽ നിന്ന് NIA അന്വേഷണം ഏറ്റെടുക്കും. ശ്രീനഗറിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ IB സൈനിക പോലീസ് ഉന്നതരുടെ യോഗം വിളിക്കുകയും ആക്രമണത്തിന് ഇരകളായവരെ സന്ദർശിക്കുകയും ചെയ്തു. ഭീകരർ കാട്ടിൽ നിന്നാണ് വന്നതെന്നും കൂട്ടക്കുരുതിക്ക് ശേഷം ആ വഴി തന്നെ മടങ്ങിയെന്നും ജമ്മു കാശ്മീർ പോലീസ് വിലയിരുത്തുന്നു. സമീപത്ത് നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത മോട്ടോർ ബൈക്ക് കണ്ടെത്തിയെങ്കിലും അത് ഭീകരരെ കടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് നിഗമനം. ഈ പ്രദേശം വിശാലമായ പുൽത്തകിടിയാണ്. ഇവിടെ ടെന്റുകളും ടൂറിസ്റ്റുകൾക്കും ഇരിക്കാൻ പ്ലാസ്റ്റിക് കസേരകളുമുണ്ട്. ചില പ്രാദേശിക കച്ചവടക്കാർ കഹ്വ, ചിപ്സ്, ബിസ്ക്കറ്റ് എന്നിവ സഞ്ചാരികൾക്ക് വിൽക്കുന്നു. 6 കിലോമീറ്റർ അകലെയായ പഹൽഗാം മാർക്കറ്റിൽ നിന്ന് കാൽനടയായോ കുതിരപ്പുറത്തോ ആണ് വിനോദസഞ്ചാരികൾ എത്താറുള്ളത്. ഒരു വശത്തുള്ള ഹബാഗ്നറിനെയും മറുവശത്തുള്ള ചന്ദൻവാരിയെയും ബന്ധിപ്പിക്കുന്ന വളരെ വലിയ ഇടതൂർന്ന കാടാണ്. കാട്ടിലൂടെ രക്ഷപ്പെട്ട ഭീകരർ ട്രാളിൽ പോലും എത്തിയിരിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരം ഒരു സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഭീകരരുടെ വരവ് എന്തുകൊണ്ട് സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഭീകരരുടെ രീതികൾ വളരെയേറെ മാറി എന്നതാണ് മറുപടി. ഉദാഹരണത്തിന് അനന്ത്നാഗ് ജില്ലയിൽ ഉടനീളം ഒരു പ്രാദേശിക ഭീകരവാദി പോലും സജീവമല്ല. ചില ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയെങ്കിലും അത് പഹൽഗാമിനെ കുറിച്ചായിരുന്നില്ല. റെയിൽവേക്ക് നേരെയോ പുറത്തുനിന്ന് വന്ന ജോലി ചെയ്യുന്നവർക്ക് നേരെയോ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ജമ്മു കാശ്മീർ പോലീസിലെ ഉന്നതൻ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ഈ ഭീകരർ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. -10 ഡിഗ്രി തണുപ്പിൽ പോലും കാട്ടിൽ നിന്ന് പുറത്തു വരില്ല. അവർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് സാങ്കേതിക വിവരം കിട്ടുക വിഷമകരമാണ്. അവർ എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കും. സോനാർഗിൽ ഒരു സംഘം ഭീകരരുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തുമ്പോഴേക്കും അവർ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കും. ഏതാനും ദിവസത്തിനകം അവർ പഹൽഗാമിന്റെ ഉയർന്ന പ്രദേശങ്ങളിലോ ബന്ദിപ്പൂരിലോ പോലും എത്തിച്ചേരാമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സമീപകാലത്തായി പഹൽഗാമിൽ വൻ ടൂറിസ്റ്റ് തിരക്കാണ്. ഒരു പാർക്കിംഗ് സ്ഥലം പോലും കിട്ടാനില്ല. പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ ടൂറിസ്റ്റുകൾ പോണികളെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരരെ പിന്തുടരുന്നതും വിഷമകരമാണെന്നും പറയുന്നു.